ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വീട്ടിലെ പട്ടിയായിട്ട് നമ്മൾ വാക്സിൻ എടുക്കാൻ പോകണം. ബാക്കി അവൾ പറയും. ഹലോ ഗൈസ്, എൻ്റെ പേര് മാഗി. ഞാൻ ഇവിടുത്തെ വളർത്തുന്നതാണ്. അപ്പോൾ ഇന്ന് ഇവരെന്തോ വെളിയിൽ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെയും കൂട്ടി പോകുന്നെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഇവർ രാവിലെ തൊട്ട് എൻ്റെ പുറകെ ക്യാമറ തൂക്കി പിടിച്ച് നടക്കുക. ഞാൻ എവിടെ പോയാലും ഇവളെൻ്റെ പുറകെ വന്നു. എന്ത് കാര്യം പറഞ്ഞു സമാധാനത്തോടെ അപ്പിടാനും മുള്ളാൻ പോലും ഞാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ മുള്ളാൻ പറ്റുന്ന സ്ഥലം വല്ലതും ഉണ്ടോ? വളർത്ത് നടന്നിട്ട് പോലെ നേരം ഇതരം പറ്റിയ മുത്തുമ്പ് ആ മുള്ളി തന്നെ ഇപ്പം ഒരു സുഖം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഇവള് കുത്തിവെക്കാൻ പോലുമല്ല. ആർക്കാ കുത്തിവെക്കണേന്ന് എനിക്കറിയത്തില്ല. ഇവക്കാണോ വേറെ ആർക്കാണോ അറിയത്തില്ല. കണ്ടു ഞാൻ എന്തോ കാണിച്ചാൽ ഇവൾ ഇതിന്റെ പുറകെ നടക്കുന്നത്. ഈ പുലി നമ്മൾ സമ്മതിക്കത്തില്ലല്ലോ. ഈ പ്രവചനം കൊണ്ട് രക്ഷയില്ല. അപ്പൊ നമ്മള് ചോദിച്ചു നോക്കാം, ഇവളോട് സമയം കിട്ടുമ്പോ ചോദിച്ചു നോക്കാം എവിടെ പോവാ എന്നാ പോവാന്നൊക്കെ. പിന്നെ ഞാൻ ഈ സാധാരണ പട്ടികളെപ്പോഴൊന്നും അല്ല. കാരണം എനിക്ക് ഒരല്ല് കൂടുതൽ, അതായത് ഇങ്ങനെ ഭയങ്കര ഇളക്കാവും. എനിക്ക് എന്നാന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാനിത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇനി അതിലെങ്ങാനും വാവിളിനെ കൊണ്ടുപോകാൻ ഇനി എന്നെ കളയാനാണോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴത് ആരും ഒന്നും എന്നാവാ നോക്കിയേക്കാം. ഒന്നുമില്ല. അപ്പം നമ്മൾ അവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. എന്നെ ആരും കൊച്ച നീ എൻ്റെ പുറകെ ആരോട് നടക്കുന്നത് ആരും എന്ന് പറയുവാണ് വലിയ ഉപകാരമായിരുന്നേനെ. മാഗിയെ, നിനക്കിന്ന് വാക്സിനേഷൻ എടുക്കാൻ പോട്ടോ. എന്തുള്ള വാക്സിനേഷനോ? കുത്തിവെപ്പ് എന്നല്ലേ പറഞ്ഞു. ഈശ്വരാ, കൈക്കാലും പിടിക്കാൻ എൻ്റെ പൊന്നു സഹോദരി എന്നെ അങ്ങ് വിട്ടേക്ക്. ഞാൻ അടുത്ത് എന്തോ ഉണ്ടാക്കാൻ മതി. ഞാൻ മാന്തിയോ തല്ലിയോ ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ എന്തിനാണ് എന്നെ കുത്തിവെക്കുന്നത്? ഇവളോട് പറഞ്ഞാലും കേൾക്കുന്നത്. എൻ്റെ കുറെ വെള്ളം കുറി ഒഴിച്ച് എന്നെ കുളിപ്പിക്കാനെന്ന് പറയും. സാധാരണ വേല കുളിപ്പിക്കാറ് പോലും ഇല്ല. ഇവിടെ നോക്കാറ് പോലും ഇല്ല. വന്നു എന്തോ വരല് വരാനാന്ന് എനിക്ക് നേരത്തെ മനസ്സിലായില്ല. കുറഞ്ഞു വന്നിട്ട് പോട്ടെ. കൂടെയെല്ലാം കഴിഞ്ഞപ്പോൾ ചെറിയൊരു മയക്കം പോലെ തോന്നുന്നുണ്ട്. വെയിലത്തേറുന്ന ഉച്ചയുടെ തുടങ്ങിയിട്ട് എഴുന്നേക്കാം. എന്താണെന്നറിയില്ല. കൂടി എത്ര കഴിഞ്ഞെന്ന് പറഞ്ഞില്ല. നക്കിത്തുടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. പുനരാഴ്ച പറയാൻ മേൽ ലഞ്ച് വന്ന് കുറച്ച് കഴിക്കട്ടെ. അങ്ങനെ ഞാനും എൻ്റെ ഒച്ചും കൂടെ ഒരുമിച്ച് പോകാൻ തുടങ്ങി. ഞങ്ങൾ നേരെ ഓട്ടോ കയറ്റാനൊക്കെയാണെന്നാ പറയാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വരി കുറേ നേരം അതിനോക്ക് നിന്നപ്പോൾ പിന്നെ പപ്പ വന്നു ഓട്ടോ ആയിട്ട്. ഞങ്ങൾ ഓട്ടോയിൽ കയറി. ആദ്യം കയറിയപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു പോയി. കാരണം ആദ്യമായിട്ടാണല്ലോ. ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലൊക്കെ ചെന്നു. അവിടെ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഞാൻ വാക്സിനേഷൻ എടുക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ശരീരത്തിൽ കുറച്ച് അലർജിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, സ്കിൻ ഡിസീസൊക്കെ. അതുകൊണ്ട് ഇപ്പം പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ കുറേ ഷാമ്പു വേണ്ട അവളുടെ കൊടുത്തിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ കേട്ടായിരുന്നു. എല്ലാമേ കുത്തിവെച്ചില്ലല്ലോ. അതിലും വലിയ പ്രശ്നമാണ് എനിക്കിപ്പോൾ കിട്ടിയത്. കുത്തിവെച്ചാൽ മതി. ഇതിലും രാവിലെ ഒന്ന് കുളിച്ചതാണ്. പിന്നെ രണ്ടാമതും കുളിച്ചിട്ടാണ് ഷാമ്പു ഒക്കെ കിട്ടി എന്നെ 5 വിറ്ററിന് വെച്ച്. പിന്നെ നവം പത്താൻ പോവാന്ന് പറഞ്ഞത്. ഇത് മുഖത്തിടാണ് രാപ്പാന്ന് അവള് പറഞ്ഞു കേട്ടോ. ഇത് ഇവള് അടിച്ച പോലെ വന്നിട്ട് നോക്കി എൻ്റെ മുഖത്തിടാൻ ഞാൻ സമ്മതിച്ചില്ല. പിന്നെ ലാസ്റ്റ് പപ്പ വന്നപ്പോഴത്തേക്കിന് ഞാനൊന്ന് പേടിച്ചു പോയി. പിന്നെ ഞാൻ അടങ്ങിയത് എല്ലാം വെച്ച് കുടിപ്പിച്ച് നഖവും വെട്ടി മരുന്നും വെച്ച് ഇവിടെ കിടക്കും. അപ്പൊക്കെ പോയി.